എടോ ദാസപ്പൻകുട്ടിയെ, എൻ്റെ മുഖത്തൊക്കെ ഒന്ന് സൂക്ഷിച്ച് നോക്കിയേ, എന്തെങ്കിലും ഒരു വ്യത്യാസം കാണാണ്ടാന്ന്. നീക്കുന്ന എൻ്റെ മുഖത്തൊരു വ്യത്യാസം കാണാണ്ടാവും. കാരണം എൻ്റെ കണ്ണിൽ കാണുന്ന ഇന്നത്തെ ലൈറ്റ് റിങ് ലൈറ്റാണ്. എൻ്റെ കണ്ണിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുക റിങ്ങാണ്. മുഖത്തും ഏകദേശം എല്ലായിടത്തും ഒരേപോലെ തന്നെ ഒരു നല്ല രീതിയിലുള്ള പ്രകാശം നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇന്ന് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് ഒരു LED ലൈറ്റാണ്. LED ലൈറ്റ് ഒരു റിങ്ങിൻ്റെ മുകളിൽ ഫിറ്റ് ചെയ്തിട്ട് എല്ലാ ഭാഗത്തു നിന്നും ഒരേ രീതിയിൽ പ്രകാശം വരുന്ന പോലെയാണ് ഞാനിന്ന് വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. ഇതുപോലുള്ളൊരു LED ലൈറ്റ് നിങ്ങൾക്ക് വളരെ ചുരുങ്ങിയ ചിലവിൽ ഒരു 500-550 രൂപ നിങ്ങൾ മുടക്കുകയാണെങ്കിൽ, മൊത്തം എക്സ്പെൻസ് നിങ്ങൾ മുടക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലത്തെ ഒരു LED റിങ് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ അത് എങ്ങനെയാണ് ഈ LED റിങ് നിർമ്മിക്കുന്നത്, എന്തൊക്കെയാണ് ഇതുകൊണ്ടുള്ള ഗുണങ്ങൾ നമുക്ക് നോക്കാം. ഞാൻ നിങ്ങളോടൊപ്പം നജ്മു ഫോർ ഐ ഷൂട്ട് ഫോട്ടോഗ്രാഫി. ആക്ച്വലി ഈ LED റിങ് ഞാനൊരു 4-5 വർഷം മുമ്പ് നൈറ്റ് ക്ലബ്ബിലൊക്കെ രാത്രി പാർട്ട് ടൈം ആയിട്ട് നൈറ്റ് ക്ലബ്ബിലൊക്കെ വർക്ക് ചെയ്തിരുന്നു. നൈറ്റ് ക്ലബ്ബിൽ പറഞ്ഞാൽ രാത്രി പാർട്ടിയുടെ അറ്റ്മോസ്ഫിയർ നിങ്ങൾക്ക് അറിയാലോ. അപ്പോൾ വളരെ അരണ്ട വെളിച്ചത്തിലായിരിക്കും നമുക്ക് ഫോട്ടോ എടുക്കാനൊക്കെ ഉണ്ടാവുക. പലപ്പോഴും ഫ്ലാഷ് ഉപയോഗിച്ച് ഫോട്ടോ എടുക്കാണ്ട്, പക്ഷേ ആളുകൾക്ക് കൂടുതൽ ഇഷ്ടം ഇതുപോലുള്ള LED റിംഗ് ലൈറ്റുകൾ വെച്ചിട്ട് ഫോട്ടോ എടുക്കുമ്പോഴായിരുന്നു. അങ്ങനെ ഇത് സ്വന്തമായിട്ട് ഉണ്ടാക്കിയിട്ടായിരുന്നു അന്ന് ഫോട്ടോ എടുത്തിരുന്നത്. അപ്പോൾ ഇത് അന്ന് ഞങ്ങൾ അധികം ഫോട്ടോഗ്രാഫിക്കാണ് ഉപയോഗിച്ചിരുന്നെങ്കിൽ ഇന്ന് നമുക്ക് വ്ളോഗ് ചെയ്യാൻ ഒരു അടിപൊളി സെറ്റപ്പാണ്. മാത്രമല്ല ഒരുപാട് വ്ളോഗേഴ്സ് ഉണ്ട്, മൊബൈലിലും ക്യാമറയിലും ഒക്കെ ചെയ്യുന്നവർ തന്നെ ഒരുപാട് വ്ളോഗേഴ്സ് ഇന്നുണ്ട്. ഇവർക്കൊക്കെ വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ നിങ്ങൾ ഏത് സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുകയാണെങ്കിലും നിങ്ങൾക്ക് ഇത് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് വീഡിയോയും ഫോട്ടോ ഒക്കെ ഇടാൻ പറ്റും. വളരെ ഈസി ആയിട്ട് സിമ്പിളായിട്ട് ഉണ്ടാക്കാനും പറ്റും. ഒരുപാട് ആക്സസറീസിൻ്റെയും ഒരുപാട് സാധനത്തിൻ്റെയും ഒന്നും ആവശ്യങ്ങൾ ഇതിനില്ല. ഇതിന് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത്, ഞാൻ ആദ്യം ഒരു റിങ് വാങ്ങി. ഈ റിങ് ശരിക്കും നമ്മൾ ഹൂള ഹൂപ്പ് എന്നൊക്കെ പറയില്ലേ, അതിന് ഉപയോഗിക്കുന്ന ഒരു റിങ്ങാണ്. അപ്പോൾ ഈ റിങ് നമുക്ക് ഏത് സ്പോർട്സ് ഷോപ്പ് പോയി കഴിഞ്ഞാലും നമുക്ക് ഇതുപോലത്തെ റിങ് കിട്ടും. മാക്സിമം ഒരു 200-250 രൂപ മാക്സിമം ഈ റിങ്ങിന് വരുള്ളൂ. റിങ് പല സൈസിൽ കിട്ടും. എനിക്ക് തോന്നുന്നു ഇതൊക്കെയാണ് കറക്റ്റായിട്ടുള്ളൊരു സൈസ്. കൂടുതൽ വലുതായാൽ നമുക്ക് പ്രകാശം ഉണ്ടാവില്ല. അപ്പോൾ ഇതാണ് ഒരു പാകം. ഇതിലും ചെറുതാണെങ്കിൽ കുറച്ചുകൂടി ചെറുതാക്കാം. അപ്പോൾ ഇതാകുമ്പോൾ നമുക്ക് ഫോട്ടോഗ്രാഫിക്ക് ഉപയോഗിക്കാം. ഫോട്ടോഗ്രാഫിക്ക് നമുക്കിത് മറിച്ച് പിടിച്ചിട്ട് ഫോട്ടോ അതിനുള്ളിൽ കൂടെ നമുക്കിങ്ങനെ ഫോട്ടോ എടുക്കാം. അപ്പോൾ ഇതായിരിക്കും ലൈറ്റ്. അങ്ങനെ നമുക്ക് പോർട്രേറ്റൊക്കെ പ്രത്യേകിച്ചും കുറച്ച് ഇൻഡോർ ഫംഗ്ഷൻസ്, ലൈറ്റ് കുറഞ്ഞ ഇൻഡോർ ഫംഗ്ഷൻസും അതുപോലെ നൈറ്റ് ക്ലബ്ബ് ഫോട്ടോഗ്രാഫിയും ഒക്കെ ചെയ്യുന്നവർക്ക് ബെസ്റ്റായിട്ട് ഫോട്ടോ എടുക്കാൻ പറ്റും. വ്ളോഗ് ചെയ്യുന്നവർക്ക് ഇത് കണ്ടില്ലേ, എന്ത് നല്ല ലൈറ്റാണ്. നമുക്ക് ആ ലൈറ്റ് ഷാഡോൻ്റെ പ്രശ്നമില്ല, വലിയ പവറിൻ്റെ പ്രശ്നങ്ങളില്ല, കറണ്ട് ഇല്ലാത്ത പ്രശ്നങ്ങളില്ല. കറണ്ട് ഇല്ലെങ്കിൽ നമുക്ക് ഇതുപോലത്തെ ഒരു ചെറിയ ബാറ്ററി, ഒരു 12 വോൾട്ടിൻ്റെ ബാറ്ററി ഉപയോഗിച്ചിട്ട് നമുക്കിത് വർക്ക് ചെയ്യിക്കാൻ പറ്റും. അപ്പോൾ ഞാൻ 250 രൂപ കൊടുത്ത് റിങ് വാങ്ങി. ഈ ഹോളോ ഹൂപ്പ് 200-250 ആണ് എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല, കുറച്ച് മുൻപ് ആ മോൾക്ക് വേണ്ടി മേടിച്ചായിരുന്നു. ഈ ഹോളോ ഹൂപ്പ് റിങ് വാങ്ങി. അതിനുശേഷം ഈ LED സ്ട്രിപ്പ് ലൈറ്റ് ഏകദേശം 1.5 മീറ്റർ നീളമുണ്ട്. നിങ്ങൾക്കറിയാം, ഒരേ സിംഗിൾ പല കളറിലും കിട്ടും. നമുക്ക് വാമും കൂളും ഒക്കെ കിട്ടിയിട്ട് നമുക്ക് സ്വിച്ച് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റും. ഇത് ഞാൻ ഒരു സിംഗിൾ LED ആണ് എൻ്റെ കയ്യിലുണ്ടായിരുന്നൊരു LED. സിംഗിൾ ഒരു കൂളാണെന്ന് തോന്നുന്നത്, ഒരു കൂൾ കളറാണ്. കൂൾ കളറുള്ള സിംഗിൾ LED. ഇതിന് ഏകദേശം 65 രൂപ മീറ്ററിനുള്ളൂ. ഒരു 100 രൂപക്ക് 1.5 മീറ്റർ നമുക്ക് ഒട്ടിക്കാളെ കിട്ടും. 250, 100, 350 രൂപക്ക് നമുക്ക് ലൈറ്റുമായി റിങ്ങുമായി. പിന്നെ നമുക്ക് ഗമ്മ് വേണം. നമുക്കത് ആദ്യം ഒന്ന് ഇതിന്മേൽ പ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ ഈ ഫ്ലക്സൊക്കെ ഒട്ടിക്കണ ഇതുപോലത്തെ ഗമ്മോ അല്ലെങ്കിൽ ക്വിക്ക് ഫിക്സ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഗമ്മുകളുണ്ട്. അത് ഉപയോഗിച്ചിട്ട് ജസ്റ്റ് ഓരോ ഭാഗത്തും സ്പോട്ട് ചെയ്തിട്ട് നമുക്ക് LED നന്നായിട്ട് ഇതിമൊന്ന് ഒട്ടിച്ച് വെക്കാം. അതിനുശേഷം ഞാൻ ചെയ്തതുപോലെ എറാൾഡൈറ്റ് എന്ന് പറഞ്ഞ ഈ ഒരു പശ കിട്ടും, എറാൾഡൈറ്റ്. ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്താലാണ് ഇത് ഒട്ടി നിൽക്കുള്ളൂ. അപ്പോൾ ഈ എറാൾഡൈറ്റ് നമുക്ക് മിക്സ് ചെയ്തിട്ട് ഇതിൽ നമുക്ക് ഒട്ടിച്ചിട്ടുള്ള ആ ഒരു നമുക്ക് കയ്യിൽ പിടിക്കുമ്പോൾ പോരായിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അവിടെ നന്നായിട്ടൊന്ന് പേസ്റ്റ് ചെയ്ത് കൊടുക്കാം. എറാൾഡൈറ്റ് ഒരു 2 ട്യൂബ് എറാൾഡൈറ്റ് നിങ്ങൾക്ക് നന്നായിട്ട് ഇത് മുഴുവനും പേസ്റ്റ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ഗുണം എന്ന് വെച്ചാൽ പെട്ടെന്ന് പോരുമില്ല, നല്ല സ്ട്രോങ് ആയിട്ട് നിൽക്കും. എറാൾഡൈറ്റ് ആകുമ്പോൾ നമ്മൾ തേച്ച് കഴിഞ്ഞാൽ കുറച്ച് നേരം വെക്കണം, ഒരു 8 മണിക്കൂർ വെക്കണം. നല്ല സ്ട്രോങ് ആയിട്ട് നിൽക്കും. നമുക്കത് പെട്ടെന്ന് വിട്ട് പോരുമില്ല. മാത്രമല്ല ഈ ലൈറ്റിൻ്റെ മുകളിലും നമുക്ക് എറാൾഡൈറ്റ് ആയാലും കുഴപ്പമില്ല, അത് ട്രാൻസ്പെറൻ്റ് ആണ്. അപ്പോൾ ലൈറ്റിനൊന്നും ബാധിക്കാത്ത രീതിയിൽ നമുക്ക് അതിൻ്റെ മുകളിലൊക്കെ ശരിക്കും എറാൾഡൈറ്റ് ഒക്കെ തേച്ചിട്ട് നന്നായിട്ട് ഫിക്സ് ചെയ്യാൻ പറ്റും, പെട്ടെന്ന് ഊരിപ്പോരില്ല. അപ്പോൾ നമ്മൾ LED വാങ്ങുക. LED നമുക്ക് ആവശ്യത്തിനനുസരിച്ച് കട്ട് ചെയ്യുക. LED എൻഡിൽ പ്ലസും മൈനസും നമുക്ക് 2 എൻഡ് കാണാൻ നിങ്ങൾക്ക് അറിയാമല്ലോ, പ്ലസും മൈനസും കാണാം. അവിടെ നമുക്ക് 2 വയർ വെൽഡ് ചെയ്ത് കൊടുത്തിട്ട് ആ വയർ നമുക്ക് 12 വോൾട്ടുള്ള ഒരു അഡാപ്റ്റർക്ക് നമുക്ക് ഈ കണക്ഷൻ കൊടുക്കാം. അപ്പോൾ വീട്ടിലൊക്കെ നമുക്ക് ഇതേപോലത്തെ വ്ളോഗിങ്ങിന് യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ബാറ്ററിൻ്റെ ആവശ്യമില്ല. കറണ്ടിന് തന്നെ ഈ 12 വോൾട്ടിൻ്റെ അഡാപ്റ്ററിന് കൊടുത്തിട്ട് നമ്മൾ കറണ്ട് കുത്തി കൊടുക്കാം. നേരിട്ട് LED കറണ്ടിന് കുത്തരുത്, ആകെ ഒരു പുകമയമായിരിക്കും. അപ്പോൾ 12 വോൾട്ടിൻ്റെ അഡാപ്റ്ററിന് നമ്മൾ ഇത് കണക്ഷൻ കൊടുത്തിട്ട് നമുക്ക് ഇത് നന്നായിട്ട് യൂസ് ചെയ്യാൻ പറ്റും.
ഇനി നിങ്ങൾ പുറത്തൊക്കെ പോകുമ്പോൾ കൊണ്ടുപോകണമെങ്കിൽ അതുപോലെ ഞാൻ പറഞ്ഞ പോലെ നൈറ്റ് ക്ലബ് ഫോട്ടോഗ്രാഫിക്കോ അല്ലെങ്കിൽ ലോ ലൈറ്റ് ഫോട്ടോഗ്രാഫിക്കോ കുറച്ച് നല്ല അടിപൊളി പിക്ചേഴ്സൊക്കെ നമ്മൾ ക്ലയൻസിന് എടുത്ത് കൊടുക്കണമെങ്കിൽ ഇതുപോലത്തെ ഒരു ബാറ്ററി ഉണ്ടെങ്കിൽ ഇതിൻ്റെ ഈ 2 വയറിൻ്റെ തലയും ഇതിൽ കൊടുക്കാം. വേണമെങ്കിൽ നമുക്ക് ഇടയിൽ സ്വിച്ചും കൊടുക്കാം. ഇതിന്മേൽ തന്നെ സ്വിച്ച് വേണമെങ്കിൽ ഫിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ പിടിക്കുന്ന ഭാഗത്ത് തന്നെ സ്വിച്ച് വെച്ചാൽ നമുക്ക് ആവശ്യത്തിന് ഓൺ ചെയ്യാം, ഓഫ് ചെയ്യാനും പറ്റും. ഈ പിടിക്കുന്നോട് തന്നെ ഓൺ ചെയ്ത് ഓഫ് ചെയ്ത് നമുക്കിത് കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ എറാൾഡൈറ്റിന് വരുന്നത് 100 രൂപ എറാൾഡൈറ്റിന് വരും. 2 100 രൂപ വരും. ഒരു മാക്സിമം ഒരു 500-550 രൂപയിൽ നിങ്ങൾക്ക് ബാറ്ററി ഇല്ലാതെ ഒരു 500-550 രൂപയിൽ അഡാപ്റ്റർ അടക്കം നിങ്ങൾക്ക് ഇതുപോലത്തെ ഒരു സെറ്റാവും. അപ്പോൾ നിങ്ങൾ ഒരുപാട് പൈസ ചിലവാക്കി. ഇന്നിപ്പോൾ മാർക്കറ്റിൽ നമുക്കൊരു LED ലൈറ്റ് വ്ളോഗിങ്ങിന് വേണ്ടിയിട്ട് LED ലൈറ്റ് കിട്ടണമെങ്കിൽ മിനിമം നമ്മൾ 6000-7000 രൂപ നമ്മൾ മാർക്കറ്റിൽ കൊടുക്കണം. മനസ്സിലായോ? അപ്പോൾ ഇതുപോലത്തെ ഒരു സെറ്റിങ്സ് നമുക്കുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് വലിയ പൈസ ഒന്നും ചിലവാക്കാത്ത രീതിയിൽ, പ്രത്യേകിച്ച് നമ്മൾ മൊബൈലുകൊണ്ടൊക്കെ വ്ളോഗ് ചെയ്ത് തുടങ്ങുന്നവർക്ക് ഒരുപാട് പൈസ ചിലവാക്കാനുള്ള ഒരു ബജറ്റ് ഉണ്ടാവില്ല. അല്ലെങ്കിൽ അതൊക്കെ എന്താവും യൂട്യൂബിൽ നിന്നും അറിയാത്തതുകൊണ്ട് എവിടത്തൊന്നും അറിയാത്തതുകൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവും. അങ്ങനത്തെവർക്കൊക്കെ ഇതുപോലത്തെ റിങ്ങും ഒരു LED ലൈറ്റും ഇതൊക്കെ ഓൺലൈനിൽ കിട്ടും ചെയ്യും. നിങ്ങളൊന്നും ഇപ്പോൾ കൊറോണ ആയിട്ട് ഷോപ്പിലൊന്നും പോയി തിരഞ്ഞെടുക്കേണ്ട. ഈ സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് ആമസോണിലൊക്കെ സെലക്ട് ചെയ്താൽ കൂൾ ലൈറ്റിൻ്റെ ഒരു LED സ്ട്രിപ്പ് 1.5 മീറ്റർ, ഒരു 12 വോൾട്ടിൻ്റെ അഡാപ്റ്റർ, അല്ലെങ്കിൽ ഒരു എന്താ പറയുക അതിന് അതൊന്ന് വാങ്ങുക. 12 വോൾട്ടിന് നമ്മൾ ഉപയോഗിക്കുന്ന അഡാപ്റ്റർ, അല്ലെങ്കിൽ നമ്മുടെ ഇലക്ട്രോണിക്സ് കടയിൽ, അടുത്തുള്ള ഇലക്ട്രോണിക്സ് കടയിലൊക്കെ സംഭവം ലഭ്യമാണ്. മനസ്സിലായത്? നമ്മളെ മൊബൈലൊക്കെ ചാർജ് ചെയ്യുന്ന പോലത്തെ ഒരു അഡാപ്റ്റർ ഉണ്ടല്ലോ, അങ്ങനത്തെ 12 വോൾട്ടിൻ്റെ കിട്ടും. അതാണ് യൂസ് ചെയ്യേണ്ടത്. അങ്ങനെ വളരെ ഈസി ആയിട്ട് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റിയൊരു സംഭവമാണ്. പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നത് മേക്കപ്പ് വീഡിയോ ഒക്കെ ചെയ്യുന്നവർക്ക്, അതുപോലെ ടിക്ടോക്ക് നിരോധിച്ചല്ലോ അല്ലേ, അത് വീണ്ടും തിരിച്ചു വരുമായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ പറ്റിയ രീതിയിലുള്ള ഒരു LED റിംഗ് ലൈറ്റ് തന്നെയാണ്. അപ്പോൾ ഞാനിതുകൊണ്ട് എടുത്ത കുറച്ച് പടങ്ങൾ ഞാൻ ഇടാം. അത് നിങ്ങളൊന്ന് കണ്ടു നോക്കാം. അതിൻ്റെ ആ ക്വാളിറ്റി, അതിൻ്റെ ആ ഒരു ഭംഗി നിങ്ങൾക്ക് കണ്ടു നോക്കാം. പിന്നെ ഇതിൽ നിങ്ങൾക്ക് ഈ കൂൾ ലൈറ്റ് നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ വാം ലൈറ്റ് വാങ്ങാൻ കിട്ടും. വാം ലൈറ്റിൽ നിങ്ങൾക്ക് ഉണ്ടാക്കാം. അതല്ലെങ്കിൽ വാമും കൂളും സ്വിച്ച് ചെയ്യാൻ പറ്റുന്ന ഞാൻ പറഞ്ഞില്ല LEDകളും മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഇനി മാത്രമല്ല, നമ്മൾ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ കൂളും വാമൊക്കെ മൊത്തത്തിലൊന്ന് അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്താൽ ഈ കൂളും വാമൊക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന കാര്യമുള്ളൂ. നമുക്ക് കിട്ടുന്നത് നല്ല രസമായിട്ടുള്ള ലൈറ്റാണ്. പ്രത്യേകിച്ച് ഓൺലൈൻ ക്ലാസ്സുകളൊക്കെ നടക്കുന്ന സമയമാണ്. അതിലൊക്കെ നമുക്കറിയാം ആ ലൈറ്റിൻ്റെ ഇത് നമുക്ക് വീഡിയോസ് വരുമ്പോൾ അറിയാലോ, ആ ലൈറ്റിൻ്റെ പോരായ്മയും ബുദ്ധിമുട്ടൊക്കെ. കാരണം എക്സ്പെൻസീവ് ആവും വിചാരിച്ചിട്ട് വാങ്ങാൻ പോകാത്ത സംഭവമാണ്. അപ്പോൾ ഇത്രയൊക്കെ ഇതിനൊക്കെ എക്സ്പെൻസീവ് ഉള്ളൂ. നിങ്ങൾക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റും. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഞാൻ എന്നും പറയുന്നതാണ്. പക്ഷേ നമുക്ക് എന്താ പ്രശ്നം വെച്ചാൽ വീഡിയോസ് ഒരുപാടുണ്ട്, വീഡിയോ ആൾക്കാർ കാണുന്നുണ്ട്, സബ്സ്ക്രൈബ് ചെയ്യില്ല. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ, പ്രത്യേകിച്ച് നിങ്ങൾ ആ നോട്ടിഫിക്കേഷനൊക്കെ ഒന്ന് ആക്റ്റീവ് ചെയ്യുകയാണെങ്കിൽ ഞാൻ എന്തെങ്കിലും വിടുന്ന വീഡിയോ നിങ്ങൾക്ക് ആ സമയം തന്നെ കാണാൻ പറ്റും. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മീ. താങ്ക്സ് അഗൈൻ.